കൂറ്റനാട് തെരുവുനായയുടെ ആക്രമണം നാട്ടുകാർക്കും വഴിയാത്രക്കാർക്കും ഉൾപ്പെടെ 5 പേരെയാണ് നായ കടിച്ചത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അജിത് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. അജിത്, വീണ്ടും സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയധികം ആളുകളെ നായ ആക്രമിക്കുകയും ചെയ്തു. പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? സ്വാതി, കൂറ്റനാട് സ്വദേശിയായ 40 വയസ്സുള്ള ഷജീറ, അരവിന്ദ് 23 വയസ്സാണ്, സ്വാമിനാഥൻ 60 വയസ്സ്. ഇതോടൊപ്പം തന്നെ ഈ ടൗണിലെത്തിയ 2 പേർക്ക് കൂടിയാണ് ഇത്തരത്തിൽ തെരുവുനായയുടെ കടിയേറ്റത്. മാത്രമല്ല, തെരുവിലുണ്ടായിരുന്ന മറ്റു നായകളെ കൂടി ഈ നായ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, തെരുവിലുണ്ടായിരുന്ന ഒരു കുഞ്ഞു നായയെ കടിച്ചു കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഒരു പ്രകോപനവും ഇല്ലാതെ നാട്ടുകാരെ കടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നായ്ക്ക് പേയുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാരൊക്കെ ഈ നായെ തെരഞ്ഞു, പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആളുകളെ കടിച്ച് നായ അവിടുന്ന് ഓടി പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് കാണുന്ന ആളുകളെ എല്ലാം കടിക്കുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നെന്നാണ് കണ്ടു നിന്ന ആളുകൾ ഉൾപ്പെടെ പറയുന്നത്. ഈ കടിയേറ്റ 5 പേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അവരുടെ നില ഗുരുതരമല്ല. പക്ഷേ ഈ പേവിഷ ബാധ ഈ നായ്ക്കുണ്ടോ എന്ന് സംശയിക്കുന്നത് കൊണ്ടാണ് ഇവരെ ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരിക്കുന്നത്. ഏതാണെങ്കിലും ഈ വലിയ തരത്തിലുള്ള അക്രമമാണ് നായയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല, ഈ പ്രദേശത്താകെ തെരുവുനായയുടെ ശല്യം രൂക്ഷമാണെന്നുള്ള പരാതികൾ ഉൾപ്പെടെ നാട്ടുകാർ കാലങ്ങളായി പറയുന്നതാണ്. അത്തരത്തിൽ തെരുവുനായകളുടെ എണ്ണം അടക്കം കൂടുതലാണ്, അക്രമാസക്തമായ സ്വഭാവമാണ് നായകൾക്കുള്ളതെന്നെല്ലാം പറയുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഈ കടിച്ച നായ ഏതാണെന്ന് കണ്ടെത്താൻ നാട്ടുകാരടക്കം തെരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വാതി.